ഈ ബിരിയാണി ആരുണ്ടാക്കിയാലും പൊളിയായിട്ടുണ്ട്. ഒന്നും പറയില്ല, അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട്. പറയാൻ വാക്കുകളില്ല. റിയലി അമേസിംഗ്, അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ്. അപ്പോൾ ഇന്ന് മോളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഞങ്ങൾ ബിരിയാണി സെറ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ്. ഇന്ന് ഞങ്ങളോടൊപ്പം അച്ഛനുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ തകർക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു സിമ്പിൾ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ സവാള, തക്കാളി, മല്ലിയില, കറിവേപ്പില, പുതിനയില, പച്ചമുളക്, പിന്നെ അതിന് വേണ്ട സ്പൈസസ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി. അപ്പോൾ ഈ കാണുന്ന സ്പൈസസ് എല്ലാം കൂടെ ഒരുമിച്ച് പൊടിച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം 1 കിലോ ഉള്ളി എടുത്ത് തൊലിച്ച് നീളത്തിന് അരിഞ്ഞിട്ട് അത് വറുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കും. അപ്പോൾ നമ്മളിപ്പോൾ അരിയുന്നത് ചിക്കനിലോട്ട് ഇടാൻ വേണ്ടിയുള്ള സവാളയാണ്. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. സവാള, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയുള്ള മസാല, തൈര്, ഉപ്പ്, പുതിനയില, മല്ലിയില, കറിവേപ്പില. അപ്പോൾ ഇതെല്ലാം സെറ്റാണ്. ഇനി നമുക്ക് കുറച്ച് നാരങ്ങ നീര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് ഈ ചിക്കനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇത് നാരങ്ങ നീരാണ്, മല്ലിപ്പൊടിയാണ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത് പെരിഞ്ജീരകപ്പൊടിയാണ്, പിന്നെ കുരുമുളക് പൊടി, ഇത് കല്ലുപ്പാണ്. കല്ലുപ്പ്, പൊടിയുപ്പല്ല, കല്ലുപ്പാണ്. അപ്പോൾ ചിക്കനിലേക്ക് നമുക്കൊരു 1/2 ലിറ്റർ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ മാരിനേഷൻ ചെയ്ത ചിക്കനിലേക്ക് കുറച്ച് റോസ് വാട്ടർ കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചിക്കനിലേക്കുള്ള വെജിറ്റബിൾസ് മസാല എല്ലാം കൂടെ ചേർത്ത് നമുക്ക് മാരിനേഷൻ ചെയ്യാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് റൈസിന് വേണ്ടിയുള്ള പരിപാടി നോക്കാം. സവാള ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അതിൻ്റെ കൂടെ നമുക്ക് നെയ്യും കൂടെ ഒഴിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണ തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് സവാള ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം. സവാള വറുത്തെടുത്ത് അതേ എണ്ണയിൽ നമുക്ക് മുന്തിരി കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നേരത്തെ സവാളയും മുന്തിരിയും അണ്ടിപ്പരിപ്പെല്ലാം മൂപ്പിച്ച എണ്ണ നമുക്ക് ഈ പാത്രത്തിലിട്ട് ഒഴിക്കാം. അപ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇതിലിട്ട് ഇടുകയാണ്. അതിലേക്ക് 1 ഗ്ലാസ് പാല്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുകയാണ്. 1 ഗ്ലാസ് അരിക്ക് 1.25 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത്. തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ നേരത്തെ വറുത്തെടുത്ത സവാളയും നമ്മുടെ കിസ്മിസും അണ്ടിപ്പരിപ്പും എല്ലാം കൂടെ ചേർത്ത ഈ ഒരു സാധനത്തിലോട്ട് നമുക്ക് 100 ഗ്രാം നെയ്യ് ചേർത്ത് കൊടുക്കാം. നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ ദമ്മിലേക്ക് തട്ടയാണ്. ഈ ചിക്കൻ ഇതിലേക്ക് മാറ്റിയതിന് ശേഷം ഓരോ ലെയറായിട്ട് നമ്മൾ ഇതിലോട്ട് ഇടുന്ന അരി. അപ്പോൾ ഞാൻ ആദ്യത്തെ നമ്മൾ ആ അരി വെന്തപ്പോൾ ആ മുകളിൽ നിന്ന അരിയാണ് നമ്മൾ ആദ്യം ഇടുന്നത്. നമുക്കിതിലേക്ക് ദം ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ബിരിയാണിയുടെ അവസാന ഘട്ടത്തിലാണ്. നമ്മൾ ദമ്മെല്ലാം ഇട്ട് സെറ്റാക്കിയിരിക്കുകയാണ്. അപ്പം നമുക്ക് ആ സമയത്ത് നമ്മളെ കേക്ക് ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ദമ്മ് പൊട്ടിക്കാൻ പോവുകയാണ്. ഓക്കെ, പിള്ളേരെല്ലാം വിശന്ന് കണ്ണ് കളിയിരിക്കുകയാണ്. നമ്മൾ ദമ്മ് പൊട്ടിക്കാൻ പോവുകയാണ്. പൊട്ടിക്കട്ടാ. അപ്പൊ നമുക്ക് ഈ റൈസിനങ്ങ് മാറ്റാം.
ആ നല്ല അടിപൊളി ബിരിയാണിയാണ്, നല്ല സൂപ്പർ ബിരിയാണിയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ദം ബിരിയാണി റെഡിയാണ്. നമുക്ക് ഇതിൽ നിന്നൊരു പീസ് എടുത്ത് നമ്മുടെ ബർത്ത്ഡേ മോക്ക് കൊടുക്കാം. എങ്ങനെയുണ്ട്? വെരി ടേസ്റ്റി. വീഡിയോ